രാത്രി 12 മണിക്ക് ഒന്ന് എറണാകുളം വരെ പോയാലോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് വെക്കേഷൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇക്ക ജോലിക്ക് പോയേക്കാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിൻ്റെ കരച്ചില്ല. ഇക്ക ജോലിക്ക് പോയേക്കാണ്. അപ്പോൾ ഇക്ക ഒരു 11-11 വരും. അപ്പോൾ നമ്മൾ റെഡിയായി നിൽക്കുന്നത് വന്ന ഉടനെ പെട്ടെന്ന് അങ്ങ് പോവാം. അപ്പോൾ നമ്മളെ കൊണ്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയിന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ ഞാനും ദുവാമോള് റെഡിയായി. ദിവാച്ചിന് എല്ലാം ഉറക്കമാണ്. അപ്പോൾ പോകാൻ നേരം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ, കാരണം നമ്മൾ ഉണർന്നാൽ പിന്നെ വണ്ടി കയറുമ്പോൾ പിന്നെ അങ്ങ് ഉറങ്ങിക്കുള്ളല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇക്കാനെ കാത്തിരിക്കുകയാണ്. ഇക്ക വന്നെങ്കിൽ നമുക്ക് ഉടനെ ഇറങ്ങാം. അപ്പോൾ അതാ ഇക്ക വന്നപ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വിചാരിച്ചത് പോകുന്ന വഴിക്ക് ഇടയിലും കടയിൽ കയറി കഴിക്കാമെന്നാണ്. പക്ഷേ വിശന്നിട്ടും വയ്യ. എനിക്ക് വിശപ്പ് കൂടി കഴിഞ്ഞാൽ തലവേന എടുക്കും. അല്ലെങ്കിൽ വണ്ടിക്ക് ഇറങ്ങാൻ തലവേന എടുക്കും. അപ്പോൾ വിചാരിച്ച് കഴിച്ചിട്ട് പോകുന്നത്. അങ്ങനെ വായിച്ചിട്ട് വന്ന് അപ്പം കഴിച്ചിട്ടും പെട്ടെന്ന് നമുക്ക് ഇറങ്ങാം. ദിവാച്ചി എന്നിട്ട് ദിവാച്ചി ഇവിടുത്തെ റെഡിയായി വാപ്പിച്ചിട്ട് സൈഡിലേക്ക് ഇരിപ്പിടും. അപ്പം കഴിച്ചിട്ട് വരാം. ഇക്കടെ ബാഗെല്ലാം എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. 2 പേര് ദിവാച്ചിയും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പോരാത്ത എനിക്ക് നല്ല തലവേദനയുണ്ട്. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. വരുന്ന വഴിക്കാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്താണ് കേട്ടോ. പക്ഷേ വണ്ടിയിൽ പാട്ട് ഇട്ടിട്ടുള്ളത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ വോയിസ് കൊടുത്തത്. ഇപ്പോൾ 1:30 കഴിഞ്ഞ് ഇതിപ്പോൾ എവിടെ എത്തി? എവിടെ എത്തി? എവിടെ എത്തിക്കാം? നമുക്കങ്ങനെ മനസ്സിലായി. നീ ഉണ്ട് കുറച്ച് കൂടെ പോവാൻ. ചായ കുടിച്ചാലോ? നീ കുടിക്കണ്ടെങ്കിൽ തലവേദന എടുക്കുന്നു. ഇത് എനിക്ക് ചായ വേണ്ട. എനിക്ക് ചായ വാങ്ങിച്ചാ ചായ 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 കപ്പി. അങ്ങനെതാ നമ്മള് എടപ്പള്ളി എത്തി. ലുലു മാൾ പിന്നെ വീട് നീ ലുലു വന്നിവിടെ കുഞ്ഞു കണ്ടില്ലേ? ലുലു വരെ എത്തി. ഇപ്പൊ പെട്ടെന്ന് എത്തു ഇനി വീട്ടില്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിലെത്തിയാണ്. ദിവാച്ചി ഇപ്പോഴും നല്ല ഉറക്കാണ്. എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഷവർമ കഴിക്കാന്നൊക്കെ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷെ വണ്ടി കയറിയെങ്കിൽ എനിക്ക് തലവേദന എടുത്ത് ഛർദ്ദിക്കാനൊക്കെ വരുന്ന വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പിന്നെ ഒന്നും കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒരു ചായ ഒതുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും ഒരു ചൂട് ചായ അങ്ങ് വാങ്ങിച്ചു. ഒരു ചായയൊക്കെ കുടിച്ചപ്പോഴത്തേക്കും തലവേദനയ്ക്ക് കുറച്ച് ആശ്വാസമുള്ള തോന്നി. ഇക്കാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. കാരണം കഴിച്ചെങ്കിൽ ഛർദ്ദിക്കുന്നുള്ളൊരു ഉറപ്പാണ്. അതുകൊണ്ട് ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ. രാത്രി 2 മണി 3 മണിക്കൊക്കെ വന്നാൽ പോലും ഇരിക്കാൻ പോലും സീറ്റ് കിട്ടാതെ രീതിയിൽ അത്രയ്ക്കും തിരക്കുള്ളൊരു ഷോപ്പാട്ടോ ഇത്. നമ്മുടെ ലുലുവിൻ്റെ ഇപ്പുറത്തായിട്ട് ടോൾ തട്ടയുടെ എന്നുള്ള ഷോപ്പാട്ടോ ഇത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് ഒരു 15-20 മിനിറ്റോളം ദൂരമുണ്ട്. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മാമി ഉണ്ടാവത്തില്ലല്ലോ, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം എന്ത് ചെയ്യും? സുഡേ എവിടെ ഉണ്ട്? ഓപ്പണാ 24 എവിടെയൊക്കെ ചമ്മയിച്ചാ നീ? നിങ്ങള് ചമ്മയിച്ചു. ഇത് ഉമ്മാമിന്റെ വീടല്ലല്ലോ. ഇത് ഉമ്മാമിന്റെ വീട്ടിലേക്കുള്ള വഴിയല്ലേ? ആണോ? ബാഗ് എടുക്കുന്നതായിരിക്കും.
വന്നൊന്നും നമ്മളെ ഒന്നും വേണ്ട, പിള്ളേർ വന്നതിന് ശേഷം കൊച്ചിനെ കൊണ്ടൊക്കെ പോകും. നമ്മൾ വേണേ വന്നോണം. അങ്ങനെ 2 മണിയായപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഭയങ്കര തലവേദന, ഞാൻ മാറിപ്പിക്കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളുടെ വീഡിയോ ഫ്രണ്ട്സ്.